എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പം സ്റ്റാൻലിയായിട്ട് എപ്പോഴും എന്തെങ്കിലും ഉടക്കുണ്ട് എന്ന് അറിഞ്ഞു കഴിയുമ്പം മനു ചോദിക്കും, ഞാൻ അങ്ങോട്ട് വന്നോ നിന്നെ കൂട്ടിക്കൊണ്ട് വരാൻ എന്ന് ചോദിക്കുമ്പോൾ എന്നെ കൂട്ടിക്കൊണ്ട് പോകാനോ എന്ന് ചോദിക്കുക. അന്നേരം അതെ, ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടുന്ന കാര്യമാണ് പറഞ്ഞത്. ഒരു താലിച്ചേരടും സാരി ഉണ്ടെങ്കിൽ അതങ്ങ് നടക്കുകയില്ലേ എന്ന് ചോദിക്കുന്നെങ്കിൽ പെട്ടെന്ന് മനുവേട്ട എന്നിങ്ങനെ വിളിക്കുവാണ് അലീന. അന്നേരം സമയമായിട്ടില്ല അല്ലേ, എങ്കിൽ പിന്നെ മതി എന്ന് മനു ചിരിച്ചുകൊണ്ട് പറയും. അന്നേരം പെട്ടെന്ന് വിഷയം മാറ്റാൻ വേണ്ടി അലീന, മനുവേട്ടൻ അവിടെ നെടുമ്പുരയ്ക്കൽ പോകാറുണ്ടോ, അച്ഛനെയും പിള്ളേരെയും ഒക്കെ കാണാറുണ്ടോ? ഞാനില്ലാത്തതുകൊണ്ട് പിള്ളേർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് പോലും ഇല്ലാണ്ടാവുകയാണ്. മനുവേട്ടൻ അവിടെ ചെന്ന് അവരോടൊന്ന് സംസാരിക്കണം, അന്നേരം അവർ റീചാർജ് ആയിക്കോളും എന്ന് പറയുമ്പോൾ ഞാനൊരു ചാർജറും കൂടിയാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ പറ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരോട് ഫോം വയ്ക്കുന്നു. ഭയങ്കര സന്തോഷം ഒന്ന് സംസാരിച്ചപ്പോൾ രണ്ടുപേർക്കും. പിന്നെ കാണിക്കുന്നത് കൃഷ്ണമോളെയും ബബിതയാണ്. രണ്ടുപേരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നും എന്തെങ്കിലും ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കൂട്ടോ അലീന. ഇന്ന് ഫോട്ടോസൊന്നും വന്നില്ല, അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം കൃഷ്ണമോൾ, ബബിതേച്ചിക്കും വന്നില്ലല്ലേ, പിന്നെ വരുവാണെങ്കിൽ എനിക്ക് ആദ്യം വരുവോളൂ എന്ന് പറയുമ്പോൾ, അയ്യടി അങ്ങനെയൊന്നുമല്ല, എനിക്കും ഫോട്ടോസ് അയക്കാറുണ്ട് അലീന ചേച്ചി എന്ന് പറയും. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോണ്ടാണ് അങ്ങോട്ടേക്ക് വൈജയന്തി വരുന്നത്. വൈജയന്തിക്ക് അത് ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ എന്നെ എടുക്കുക, നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല, ചുമ്മാ വെറുതെ സംസാരിച്ച് സമയം കളയുവാണ് എന്ന് പറയുമ്പം ബബിത, വന്നോ, ഞങ്ങളിവിടെ വെറുതെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരുന്നതാ എന്ന് പറയും. അന്നേരം വൈജയന്തി പറയുവാണ്, റെസ്റ്റ് എടുക്കാൻ ഇരിക്കുവാണെങ്കിൽ റെസ്റ്റ് എടുക്കണം, അല്ലാതെ ഡൂ സ്റ്റോക്കും ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ക്ഷീണം മാറുമോ, പോരുന്ന് പഠിക്കാൻ മേലായിരുന്നോ, സെം എക്സാം അല്ലേ വരുന്നേ എന്നൊക്കെ ബബിതയോട് ചോദിക്കുമ്പം ഞങ്ങൾ പഠിച്ചോളാം, ഇനിയിപ്പം അതിൻ്റെ പേരിൽ ഞങ്ങൾ ഇവിടുന്ന് എഴുന്നേപ്പിച്ച് വിടണ്ട എന്ന് പറയുമ്പോഴേക്കും വഴക്കുണ്ടാകാതിരിക്കാൻ വേണ്ടി കൃഷ്ണമോൾ പറയും, അമ്മ ഒരു 5 മിനിറ്റോടെ ഞങ്ങൾ ഇവിടെ നിന്നിട്ട് പൊയ്ക്കോളാം, പോരുന്ന് പഠിച്ചോളാം എന്ന് പറയുമ്പോൾ എങ്കിൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ്. പോകുന്നതിന് മുമ്പ് ചായയോ ചിപ്സോ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും വേണ്ട എന്ന് ബബിത പറയുന്നുണ്ട്. അങ്ങനെ വൈജയന്തി അകത്തേക്ക് പോകുമ്പോഴത്തേക്കും കറക്റ്റ് മനു വരുന്നു. മനുവിൻ്റെ വണ്ടിയുടെ കളറൊക്കെ മാറിയിട്ടോ, ഇപ്പോൾ റെഡ് കളറാണ്. ഏതായാലും മനു വന്ന് ഇറങ്ങി കഴിയുമ്പോഴേക്കും അവർ രണ്ടുപേരോട് ഓടിച്ചില്ലും. എന്നിട്ട് ബബിത പറയുക, ഇങ്ങോട്ട് മനുവായിട്ട് നീ ഇനി വരില്ല എന്നാണ് ഞങ്ങൾ കരുതിയത്, കാരണം അലീന ചേച്ചി ഇവിടെ ഇല്ലല്ലോ എന്ന് പറയുക. അന്നേരം നീ അങ്ങനെയൊക്കെ ചിന്തിച്ചോ, ഏതായാലും ഞാനിങ്ങോട്ട് വന്നത് അലീനെ കാണാൻ വേണ്ടിയല്ലല്ലോ, എൻ്റെ കൃഷ്ണമോളെ കാണാൻ വേണ്ടിയിട്ടല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞ് ബബിത ഒരു കുത്തൊക്കെ കൊടുക്കുവേ. അത് കഴിയുമ്പം ചോദിക്കും മനു, എങ്ങനെയുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ, നേരായ രീതിയിലാണോ മുന്നോട്ട് പോകുന്നത്, നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പം കൃഷ്ണമോൾ പറയും, ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഓക്കെ ആണ് എന്ന്. അന്നേരം ബബിത പറയും, ഓക്കെ അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല എന്നേ പറയാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പം കുഴപ്പമില്ല, നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കാം എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് എങ്ങനെയുണ്ട് അങ്കിളും ആൻറ്റിയും, അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഇടയ്ക്ക് അച്ഛനോട് സംസാരിക്കും, ചൊറിഞ്ഞ് എന്തെങ്കിലും മേടിച്ച് കിട്ടും, അതിൻ്റെ ക്ഷീണം ഒരാഴ്ചത്തേക്ക് കാണും എന്ന് പറയുമ്പോൾ അത് പണ്ടേ തൊട്ടേ ഉള്ളതല്ലേ, ഏതായാലും ഞാൻ അങ്കിളിനെ ഒന്ന് കാണട്ടെ, അങ്കിളിനെ കാണാനാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് അവരകത്തേക്ക് കയറി പോവാണ്. മനു അകത്തേക്ക് കയറി ചെല്ലുന്നതേ വൈജയന്തി, നീ ഇങ്ങോട്ട് വന്നോ, ഞാൻ കരുതി ഇനി നീ ഇങ്ങോട്ട് വരില്ല എന്ന്, കാരണം നിനക്ക് കാണാനുള്ള അലീന ഇവിടെ ഇല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പം മനു പറയും, അതെ ആൻറ്റി പറ്റുവാണെങ്കിൽ ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ പോയി കാണണം, അതാ നല്ലത്, ഈ നാക്കിൻ്റെ ചൊറിച്ചിൽ മാറാൻ എന്ന് പറയുമ്പം എടാ നിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ വിചാരിച്ചിട്ട് ആ ചൊറിച്ചിൽ മാറ്റിയിട്ടില്ല, പിന്നെയാണോ നീ എന്ന് ചോദിക്കുമ്പം മനു പറയും, അത് നേരാണ്, ഞങ്ങളാരും വിചാരിച്ചിട്ട് നടന്നില്ല, സാധാരണക്കാരെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല അത്, അതുകൊണ്ടാണ് ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ കാണാൻ തന്നെ ഞാൻ പറഞ്ഞത് എന്ന് മനു പറയുന്നുണ്ട്. അന്നേരം എടുത്ത് വൈജയന്തി ചോദിക്കുവാണ്, നീ എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നെ പഠിപ്പിക്കാൻ തുടങ്ങുവാണോ എന്ന്. അന്നേരം മനു പറയും, ഇത് ബാലേന്ദ്ര മേനോൻ എന്ന ആളുടെ വീടല്ലേ, ആ ഡോക്യുമെൻ്റ് ഞാൻ കണ്ടിട്ടുണ്ട്, അതിൻ്റെ അകത്ത് ഉടമസ്ഥൻ എന്നുള്ള സ്ഥാനത്ത് ബാലചന്ദ്ര മേനോൻ എന്ന് തന്നെയാണ് ഞാൻ കണ്ടത്, അതിൽ വേറെ ആരുടെയും പേര് ഞാൻ കണ്ടില്ല എന്ന് പറയുമ്പം വൈജയന്തി വിട്ടുകൊടുക്കാതെ പറയുവാണ്, അങ്ങനെ ബാലേട്ടൻ്റെ വീടാണ് ഇതെങ്കിൽ, ബാലേന്ദ്രൻ്റെ വീടാണ് ഇതെങ്കിൽ അതിൽ അവകാശം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും, അത് നിനക്കറിയത്തില്ലേ എന്ന് ചോദിക്കുമ്പം മനു പറയും, ബാലേന്ദ്ര മേനോൻ ഭാര്യ ഉപേക്ഷിച്ചിട്ട് മാസങ്ങളായി, ആൻറ്റിക്ക് തോന്നുമ്പം ആൻറ്റി ഇറങ്ങിപ്പോവും, തിരിച്ചു കയറി വരും, അങ്ങനെ തിരിച്ചു കയറി വന്നത് അദ്ദേഹത്തിന് ആവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല, അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലുള്ള വില എന്താണ് എന്നെങ്കിലും മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ന് പറയുമ്പം നീ എന്നതായി പറഞ്ഞു വരുന്നത് എന്ന് വൈജയന്തി ചോദിക്കും. അന്നേരം മനു പറയുവാണ്, അതെ കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കാം, എന്തുകൊണ്ടാണ് അങ്കിള് ആൻറ്റീനെ മാറ്റി നിർത്തുന്നത്, ആൻറ്റിയോട് ഇത്രയും ദേഷ്യവും വൈരാഗ്യവും കാണിക്കാനുള്ള കാരണം എന്താണ് എന്നൊക്കെ ഒന്ന് ചിന്തിച്ചെടുക്കാം, അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക.
അന്നേരം വൈജയന്തി പറയും അതൊരുപാട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇവർക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളായിരുന്നു അലീന, അവളെ ഞാൻ ഇവിടുന്ന് പുകച്ച് പുറത്ത് ചാടിച്ചു, അതിനുവേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തു, അതിൻ്റെ ദേഷ്യമാണ് എല്ലാവർക്കും എന്ന് എനിക്കറിയാം എന്ന് പറയുമ്പം മനു പറയും അങ്ങനെ പറയുമ്പോഴും ഒരു കാര്യം ഓർത്തു നോക്കണം, സ്വന്തം ഭർത്താവും മക്കളും മാത്രമല്ല ആങ്ങളെയും അമ്മയും സഹിതം ആൻറ്റിയെ എതിർത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൽ മറ്റെന്തെങ്കിലും ഉണ്ട് എന്ന് ഒരിക്കലെങ്കിലും ഒന്ന് ചിന്തിക്കാൻ മേലായിരുന്നോ എന്ന് ചോദിക്കുമ്പം അതെന്താ നീ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കും. അന്നേരം മനു പറയുവാണ് അവർക്കെല്ലാവർക്കും ആൻറ്റിയുടെ പാസ്റ്റ് അറിയാം, അതുകൊണ്ടാണ് അവർ ആ രീതിയിൽ പെരുമാറുന്നത് എന്ന് പറയുമ്പം എൻ്റെ പാസ്റ്റോ, എൻ്റെ പാസ്റ്റിന് എന്താ പറ്റിയത്, നീ എന്താ അറിഞ്ഞു വെച്ചിട്ട് സംസാരിക്കുന്ന പോലെ എന്നതാ നിൻ്റെ മനസ്സിൽ എന്നൊക്കെ ചോദിക്കുമ്പം മനു പറയുന്നുണ്ട് എനിക്ക് അത്യാവശ്യമെല്ലാം അറിയാമെന്ന്. അന്നേരം എന്നതാ ഇനി മാത്രം അറിയാനുള്ളത് എന്ന് ചോദിക്കുമ്പം ഒന്ന് ചിരിച്ചിട്ട് മനു പറയുവാണ് എല്ലാം അറിയാം എന്നിട്ടും അറിയത്തില്ല എന്ന രീതിയിൽ പൊട്ടം കളിക്കുവാണ്. ആൻറ്റി ഇതിനു മുമ്പ് നല്ല രീതിയിൽ പൂമ്പാറ്റയെ പോലെ പറന്നു നടന്നു, എന്നിട്ടൊരു മാലാഹെ പോലെ എല്ലാ പരിശുദ്ധിയോടും കൂടി ഒരു ഭാര്യയായി മുന്നോട്ട് ജീവിക്കുന്നു, അത്രയും പോരെ, ഇനിയിപ്പോൾ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്ന് പറയുമ്പോൾ വൈജയന്തിക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അന്നേരം മനു പറയുന്നുണ്ട് അലീന ഈ വീട്ടിൽ നിന്നും മാത്രമേ പോയിട്ടുള്ളൂ, ഒരിക്കലും ആൻറ്റിയുടെ മനസ്സിൽ നിന്നും നാവിൽ നിന്നും അവളെക്കുറിച്ചുള്ളത് പറയാതിരിക്കാൻ പറ്റത്തില്ല, പോകത്തുമില്ല എന്ന് പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട് ഒരിക്കലും ഞാൻ അവളെ മറക്കില്ല, കാരണം എൻ്റെ ജീവിതം തൊലച്ചിട്ട് പോയവളാണ് അവൾ, അതുകൊണ്ട് അവളെ ഞാൻ മറക്കത്തുമില്ല, അവളോട് ഞാൻ പൊറുക്കത്തുമില്ല എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട് അങ്ങനെയൊന്നും മറക്കാനും അലീനെ ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമായിട്ട് എടുത്തു കളയാനും ഒന്നും ആൻറ്റിക്ക് സാധിക്കത്തില്ല, അവൾ ഒരിക്കൽ തിരിച്ചു വരിക തന്നെ ചെയ്യും, അന്ന് ആൻറ്റിക്ക് അംഗീകരിക്കേണ്ടിയും വരും എന്നൊക്കെ പറയുമ്പം വൈജയന്തി ഇങ്ങനെ സംശയത്തോടെ നീ എന്നത് ഈ മനസ്സിൽ വെച്ച് സംസാരിക്കുന്നത്, നീ എന്നത് ഈ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ തൽക്കാലം ഇത്രയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ കുറേ കഴിയുമ്പോൾ സമയം പോലെ അറിഞ്ഞോളും, അത്രയും അങ്ങ് ഓർത്തിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് മനു കയറിപ്പോവും. കാര്യങ്ങളൊന്നും അത്ര പിടുത്തമില്ലാതെ നിൽക്കുവാണ് വൈജയന്തി. പിന്നെ മനു ബാലേന്ദ്രൻ്റെ റൂമിലോട്ട് കയറി ചെല്ലുമ്പം ബാലേന്ദ്രൻ കടയിൽ പോകാൻ വേണ്ടി റെഡിയാകുമായിരുന്നു. അന്നേരം എന്തുണ്ട് വിശേഷം, അങ്കിളിന് സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ നീ ഇങ്ങോട്ട് വന്നോ, ഇനി ഉടനെ ഒന്നും ഇങ്ങോട്ട് വരികയില്ല എന്ന് ഞാൻ കരുതിയതെന്ന് പറയുമ്പോൾ അങ്കിളും ഇങ്ങനെയാണോ പറയുന്നത് എന്ന് ചോദിക്കും. ഞാൻ അങ്കിളിനെ കാണാൻ വേണ്ടിയല്ലേ വന്നത് എന്ന് ചോദിക്കുമ്പം എന്നെ കാണാൻ വേണ്ടിയാണോ, ആൻറ്റിയെ കാണാൻ വേണ്ടി അല്ലേ എന്ന് ചോദിക്കുവാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ പറയും നിങ്ങൾ കുടുംബക്കാരല്ലേ അതുകൊണ്ട് പറഞ്ഞതാണ് എന്ന്. അന്നേരം മനു പറയുന്നുണ്ട് ഞാൻ താഴെ വെച്ച് ആൻറ്റിയോട് അടിയല്ലാത്തത് ബാക്കിയെല്ലാം കഴിഞ്ഞിട്ട് കയറി വന്നതാണ്, എന്നിട്ടും അങ്കിൾ ഇങ്ങനെ സംസാരിക്കരുത് എന്ന് പറയുമ്പം അല്ലടാ ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കരുത് എന്ന് പോലും തിരിച്ചറിയാൻ മേലാത്തൊരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയും. പിന്നെ വർക്ക് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട് മനു എങ്ങനെയാണ് അങ്കിൾ ഓക്കെ ആണോ എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് കാര്യങ്ങൾ ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ചില സമയത്ത് എന്തിനാണ് ഇനി മുന്നോട്ട് ജീവിക്കുന്നത് എന്ന് പോലും തോന്നും, ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തവന് ജീവിക്കാനുള്ള ആ ഒരു കൊതി പോലും ഇല്ലാണ്ടാവും എന്നൊക്കെ പറയുമ്പം മനു ചോദിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ, മക്കളെല്ലാം ഓരോ സ്ഥാനത്ത് എത്തിക്കണ്ടേ, അതും ഒരു അച്ഛൻ്റെ കടമയല്ലേ എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഈ അച്ഛൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യനാണ്, അല്ലാതെ കല്ലിൽ കുത്തിയെടുത്തതൊന്നും അല്ല അയാൾക്കും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ബാലേന്ദ്രൻ ആകെ വിഷമമുണ്ട്, മനസ്സിൽ തിങ്ങി ഇങ്ങനെ നിൽക്കുവാണ് എന്ന് മനുവിന് മനസ്സിലായി. അന്നേരം മനു പറയുന്നുണ്ട് എന്നെ അലീനെ വിളിക്കാറുണ്ട്, അങ്കിളിനെ വിളിക്കാറില്ലേ, ഇന്നലെ കൂടി വിളിച്ചായിരുന്നു, ഇവിടെ വന്ന് എല്ലാവരെയും കാണണമെന്നൊക്കെ അവൾ പറഞ്ഞു എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയും വിളിക്കും, കുറേ ആശ്വസിപ്പിക്കും, കുറേ പ്രതീക്ഷകൾ തരും, അന്നേരം തോന്നും എല്ലാം ശരിയാകുമെന്ന്. പക്ഷേ ഈ വീടിൻ്റെ ഒത്ത നടുക്ക് ഒരു ഈവിൾ സ്പിരിറ്റ് നിൽക്കുന്നത് പോലെയാണ്, അതിൻ്റെ വെട്ടമടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടേ വരുവുള്ളൂ എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട് അത് നേരാണ്, അലീനയോട് സംസാരിച്ച് കഴിയുമ്പം എല്ലാം ശരിയാകും എന്നൊരു പ്രതീക്ഷ എനിക്കും തോന്നും, പക്ഷേ ഇവിടെ വന്ന് ആൻറ്റിയെ കണ്ടു കഴിയുമ്പം ഇനി ഒരിക്കലും ഒരു കാലത്ത് ഒന്നും ശരിയാകിയേല എന്ന് തോന്നും, അതും ഒരു സത്യമാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ മനസ്സിൽ ഒരാഗ്രഹവും ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല, ഒരാഗ്രഹമുണ്ട്, എൻ്റെ കയ്യിൽ ഒരു ബോംബുണ്ട്, ആ ബോംബ് പൊട്ടിച്ചിട്ട് ഞാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പോകത്തുള്ളൂ എന്ന് പറയും. അങ്കിൾ എങ്ങോട്ട് പോകാനാണ്, ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും തിരിച്ചു വരാതെ ദൂരത്തേക്ക് പോകണം, അതാണ് വേണ്ടത് എന്നൊക്കെ പറയുമ്പം ഇതെന്താ അങ്കിളിനോട് കുറച്ച് നേരം സന്തോഷത്തോടെ സംസാരിക്കാൻ വന്നിട്ട് അങ്കിള് മൊത്തത്തിൽ നെഗറ്റീവ് ആക്കുവാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അലീനയെ പറ്റി പറയുമ്പം
പറയുമ്പം മനു പറയുന്നുണ്ട് അവളെ എപ്പോഴും ആ അങ്കിളിനെ പറ്റി അന്വേഷിക്കുന്നുണ്ട്. അവിടെ പോയി ഒരു പപ്പയെ കണ്ടു എന്ന് കരുതി അവളുടെ മനസ്സിൽ തന്നിരിക്കുന്ന അച്ഛൻ്റെ സ്ഥാനം ഒട്ടും കുറഞ്ഞു പോകില്ല എന്ന് പറയുമ്പം മതി മനു, ഇനി കൂടുതൽ സംസാരിക്കേണ്ട നമുക്ക്. ഏതായാലും ഞാൻ കടയിലേക്ക് ഇറങ്ങുമോ, നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാനും വന്നേക്കാം, ഇനി ഞാനെന്തിനാ ഇവിടെ നിൽക്കുന്നേ എന്ന് ചോദിച്ച് മനുവും ബാലേന്ദ്രൻ്റെ കൂടെ പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സ്റ്റാൻലിയാണ്. സ്റ്റാൻലി രാവിലെ ഒന്ന് ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഔതുകുട്ടി ചായം വരുന്നു. എന്നിട്ട് ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരാം എന്ന് പറയുക. അന്നേരം ഇതെന്താ പെട്ടെന്ന് ഇന്നലെയൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പം ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് ദിവസമായില്ലേ, അവിടുന്ന് എല്ലാവരും വിളിക്കുവാണ്, റാണിമോൾക്ക് എന്നെ കണ്ടില്ലെങ്കിൽ ആകെ ദേഷ്യമാണ്, ഒരു ദിവസം വയലൻ്റ് ആയി എന്ന് ആൻസി വിളിച്ച് പറഞ്ഞു, അതുകൊണ്ട് അങ്ങോട്ടൊന്ന് ചെല്ലണം. പിന്നെ അവന്മാരെല്ലാം എന്നെ വിളിച്ചുകൊണ്ടിരിക്കുവാണ്, അവർക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ അറിയണം, അതിനു വേണ്ടിയാണ് എന്ന് പറയുമ്പം എങ്കിൽ അവരോട് ഇങ്ങോട്ട് വരാൻ പറ, ഞാൻ വിശേഷങ്ങളൊക്കെ അവരെ അറിയിച്ചു വിടാം എന്ന് പറയും. അന്നേരം അങ്ങനെയല്ലടാ, ഞാൻ അവിടെ ചെന്ന് അവരോടൊക്കെ ഒന്ന് സംസാരിച്ച് ഒന്ന് മയപ്പെടുത്തണം, എങ്കിലേ ശരിയാവുള്ളൂ എന്ന് പറയുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട് അവിടെ പോയിട്ട് എല്ലാവരെയും കൊണ്ട് ഇങ്ങോട്ട് വന്നം കേട്ടോ യുദ്ധത്തിനായി എന്ന്. അന്നേരം പോടാ, ഞാൻ അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട് പോകുന്നതിന് മുമ്പേ അലീനയോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് വേണം പോകാനെന്ന്. അന്നേരം ഔതുക്കുട്ടിച്ചായൻ പറയും ഞാൻ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, വലിയ പ്രശ്നങ്ങളില്ലാതെ അവനവൻ്റെ കാര്യം നോക്കി അങ്ങ് നിന്നോണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പം അങ്ങനെ പറഞ്ഞാൽ പോരാ, അവളോട് പറയണം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത്, അടുക്കളയിൽ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, എന്നെ അനുസരിച്ച് നിന്നോണം എന്ന് പറയണം. എന്നെ അനുസരണയില്ലാത്ത മകളെ എനിക്ക് അംഗീകരിക്കാൻ സാധിക്കത്തില്ല, എനിക്ക് തലവേദന ഉണ്ടാക്കരുത് എന്ന് പറയണം എന്നൊക്കെ പറയുമ്പം ഔതുക്കുട്ടിച്ചായൻ പറയുന്നുണ്ട് എടാ അതൊരു അനാഥാലയത്തിൽ നിന്ന് വന്ന പെങ്കൊച്ച, അല്ലാതെ പട്ടാളത്തിൽ നിന്ന് വന്നതല്ല, അതിൻ്റേതായ ചില കാര്യങ്ങൾ അതിനും ഉണ്ട് എന്ന് പറയുമ്പം അവളും എപ്പോഴും അനാഥാലയത്തിലെ കഥ പറയും, അപ്പച്ചനോട് ഈ വർത്തമാനം തുടങ്ങരുത് എന്ന് പറയുമ്പം അതൊരു സത്യമല്ലേ, അത് നീ മറന്നു പോകരുത് എന്ന് പറയുവാണ്. അന്നേരം സ്റ്റാൻലി ചോദിക്കും എങ്ങനെയാണ് പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെന്നാടാ ഞാൻ ഒറ്റയടിക്ക് അങ്ങോട്ട് പോയേക്കണം എന്നാണോ നീ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അല്ല ഇതിനു മുമ്പ് അങ്ങനെയായിരുന്നു, പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 3 മാസത്തേക്ക് ഇങ്ങോട്ട് കാണിയല്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ഇനി അങ്ങനെയല്ല എന്ന് പറയും. അതെങ്ങനെയാണ് ഇവിടെ ഒരു പുലിക്കുട്ടിയുടെ മുന്നിൽ ആട്ടിൻകുട്ടിയെ ഇട്ടിട്ട് പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കൂലേ എന്ന് ചോദിക്കുമ്പം ആര് അലീനയാണോ നീ ആട്ടിൻകുട്ടി എന്ന് ഉദ്ദേശിച്ചത്, കഴിഞ്ഞ ദിവസം അവളൊന്ന് ചീറിയെടുത്തത് നീ കണ്ടില്ലായിരുന്നോ, നീ ഒരു കാര്യം മറന്നു പോകരുത്, അവൾ കേണൽ സ്റ്റാൻലിയുടെ മകളാണ്, അല്ലാതെ ഏതെങ്കിലും കടത്തിനെ കിടന്ന പിച്ചക്കാരൻ്റെ മകളല്ല, അത് നീ മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് പറയുമ്പോൾ മതി അപ്പച്ചന് പോകുന്ന വഴിക്ക് പെട്രോൾ അടിക്കണ പൈസ വേണമെങ്കിൽ ദേ അലമാരിയിൽ നിന്ന് എടുത്തോ എന്നുകൂടി പറയും. അന്നേരം ഔതുക്കുട്ടിച്ചായൻ അയ്യോ നിൻ്റെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട, ഞാൻ ഇപ്പോഴും കൊട്ടാരം മറ്റത്തിൽ ഔതുക്കുട്ടിച്ചായൻ തന്നെയാണ്, പൈസയ്ക്ക് എനിക്ക് ഒരാളുടെ മുമ്പിലും കൈ നീട്ടേണ്ട കാര്യമൊന്നും ഇല്ല, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറ, ഞാൻ അങ്ങോട്ട് പൈസ തരാമെന്ന് പറയുമ്പോൾ അഹങ്കാരത്തിന് ഒരു കുറവും ഇല്ല അല്ലേ എന്നിങ്ങനെ ചോദിക്കുവാണ് സ്റ്റാൻലി. അന്നേരം അങ്ങനെ അഹങ്കാരം കുറയ്ക്കാൻ പറ്റുമോ, നിൻ്റെ അപ്പനല്ലേ ഞാൻ എന്ന് പറഞ്ഞിട്ട് കുട്ടിച്ചാൻ പോകാൻ ഇറങ്ങുന്നു. അലീനെ പയ്യെ പിടിച്ച് ഇറക്കി വണ്ടിയുടെ അടുത്തൊക്കെ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് പറയും അപ്പച്ചൻ പോയി കഴിഞ്ഞാൽ വലിയപ്പച്ചൻ പോയി കഴിഞ്ഞാൽ ഞാൻ തനിച്ചാകും എന്നൊക്കെ പറയുമ്പം സാരമില്ലടി മോളെ, ഞാൻ പോയിട്ട് 2 ദിവസത്തിനകം ഇങ്ങോട്ട് വരാം എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ അവിടെ പോയി നിൻ്റെ കാര്യമൊക്കെ എല്ലാവരോടും പറയട്ടെ, അവരെല്ലാവരും അതിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്, ഇനി പോകുമ്പോൾ നമുക്ക് ഒരുമിച്ച് പോകണം എന്നൊക്കെ പറയുന്നു. അന്നേരം അലീന ചോദിക്കുന്നുണ്ട് അവിടെ ചെന്നിട്ട് എന്താ പറയാൻ പോകുന്നത് എന്ന്. അന്നേരം ഔതുക്കുട്ടിച്ചായൻ പറയും ഞാൻ പറയും അവിടെ ചെന്നിട്ട് സ്റ്റാൻലി വിളിച്ചുകൊണ്ട് വന്നേക്കുന്നത് ഒരു കള്ളിയങ്കാട്ട് നീലിയെപ്പോലെ ഒരു സാധനത്തിനെയാണ്, ഭയങ്കര അഹങ്കാരിയാണ്, അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ച് നിന്നോണം എന്നൊക്കെ പറയും. അതാകുമ്പം പേടിച്ചിട്ട് ആരും ഇങ്ങോട്ട് വരികയല്ലോ എന്ന് പറയുമ്പോൾ എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറയും. എന്തായാലും പോയിട്ട് പെട്ടെന്ന് വരാം എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് വലിയപ്പച്ചൻ പോയി കഴിയുമ്പോൾ ഞാൻ തനിച്ചാകുമെന്ന്. അന്നേരം കുഴപ്പമില്ലെന്നേ, ഞാൻ പെട്ടെന്ന് ഇങ്ങ് വരാം എന്ന് പറഞ്ഞ് വണ്ടി കയറി പോകുമ്പോഴും ഭയങ്കര സങ്കടമായിട്ടോ വലിയപ്പച്ചന്, കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ വിഷമത്തോടെയാണ് പോകുന്നത്. അതല്ലാതെ പോകുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് സ്റ്റാൻലിയും അതുപോലെ അലീനയും. അതുപോലെ അലീനയും സ്റ്റാൻലിയുടെ വഴക്കുണ്ടാക്കി പിന്നെ മിണ്ടിയിട്ടില്ല കേട്ടോ. അലീന അപ്പച്ചനോട് പറയുന്നുണ്ട് ഞാനിവിടെ ചെറിയ സമരമുറയൊക്കെ നടത്തുന്നുണ്ട് എന്ന്. അന്നേരം എന്ത് സമരമുറയാണ് നിൻ്റെ മനസ്സിൽ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ വരുമ്പം കാണാം എന്ന് പറഞ്ഞാണ് അപ്പച്ചനെ പറഞ്ഞു വിട്ടേക്കുന്നത്. അതുപോലെ തന്നെ അലീന അത്യാവശ്യം നല്ല രീതിയിൽ സമരമുറകളൊക്കെ എടുക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ബാലേന്ദ്രനെ വിളിച്ച് പറയുന്നുണ്ട് അലീന. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് നിൻ്റെ പപ്പയുടെ കരളും ശ്വാസകോശമൊക്കെ ഇപ്പം പിടിച്ചാൽ ചിലപ്പോൾ നിനക്ക് കിട്ടിയെന്നിരിക്കും, നിന്നെക്കൊണ്ട് അത് സാധിക്കും മോളെ, അല്ലെങ്കിൽ സ്റ്റാൻലി വീണു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഓടി വന്ന് നിന്നെ അവിടുന്ന് അടിച്ച് പുറത്താക്കുമെന്ന് പറയുമ്പം ആകെ വിഷമം വരുന്നുണ്ട് കേട്ടോ അലീനയ്ക്ക്. അതുപോലെ തന്നെ സ്റ്റാൻലി ഒന്ന് മെരുക്കിയെടുക്കാൻ വേണ്ടി അലീന ഉപവാസ സമരം തുടങ്ങി. ഭക്ഷണം കഴിക്കാതിരുന്ന് അലീന ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു തുടങ്ങി. വെച്ചാൽ ഭയങ്കര ശരീരത്തിന് ഭയങ്കര ക്ഷീണം, ഉറക്കമൊക്കെ വരുന്നുണ്ട്, ഭയങ്കര
ഭയങ്കര ക്ഷീണത്തോടെ ഇങ്ങനെ ഫ്രണ്ടിലിരിക്കുന്നത് സ്റ്റാൻലി കാണുന്നുണ്ട്. സ്റ്റാൻലിക്ക് ഭയങ്കര വിഷമമാണ് അലീന അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ആ ഒരു ഈഗോ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോയി ഒന്ന് താന്നു കൊടുക്കാനോ അല്ലെങ്കിൽ പോട്ടെ മോളെ എന്ന് പറയാനോ സ്റ്റാൻലിക്ക് പറ്റുന്നുമില്ല. അങ്ങനെ ആകെ വിഷമിച്ച് ഇടയ്ക്ക് നിന്ന് സംസാരിക്കാൻ ഔതുക്കുട്ടി ചായനും ഇല്ലല്ലോ. അങ്ങനെ അലീന ഭക്ഷണം കഴിക്കാതിരിക്കുന്നു. ഇനി അതെങ്ങനെ സോൾവ് ചെയ്യണം എന്ന് കരുതി ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്ന സ്റ്റാൻലിയും കാണിക്കുന്നുണ്ട്. ഏതായാലും ഈ സമരമുറികളിലൂടെ തന്നെ അലീന സ്റ്റാൻലിയെ ഒന്ന് മയപ്പെടുത്തി എടുക്കുന്നു കേട്ടോ.